11 വർഷം മുമ്പ് ലോകകപ്പ് സെമിയിൽ ജർമ്മനിയോടേറ്റ 7-1 തോൽവി ഏറെക്കാലം ബ്രസീൽ എന്ന രാജ്യത്തിൻ്റെയും അവരുടെ കളി ഇഷ്ടപ്പെടുന്ന ലോകമെങ്ങുമുള്ള ഫുട്ബോൾ പ്രേമികളുടെയും ഉറക്കം കെടുത്തിയിരുന്നു. എന്നാൽ ചിരവൈരികളായ അർജന്റീനയോട് ബ്രസീലിന്റെ 4-1 തോൽവിയും അവരുടെ ആരാധകർക്ക് സഹിക്കാനാകാത്തതായിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം 1964 ശേഷം, അതായത് 61 വർഷത്തിന് ശേഷമാണ് അർജന്റീനയോട് ഇത്ര വലിയൊരു തോൽവി ബ്രസീൽ വഴങ്ങുന്നത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെ നിലം പരിശാക്കിയ അർജന്റീന ഫുട്ബോൾ ടീമാണ് ഇപ്പോൾ സംസാര വിഷയം. ഖത്തർ ലോകകപ്പ് ഫൈനലിലെ ആവേശപ്പോരിൽ ഫ്രാൻസിനെ വീഴ്ത്തിയ അർജന്റീന ഇപ്പോഴും കരുത്തർ തന്നെയെന്ന് അടിവരയിടുന്നതാണ് ബ്രസീലിനെതിരായ മത്സരം. 1-4 ഗോളുകൾക്കാണ് അർജന്റീനയുടെ തകർപ്പൻ വിജയം. പരിക്കേറ്റ ലയണൽ മെസ്സിയും ലൗട്ടാരോ മാർട്ടിനസും ഇല്ലാതെ തന്നെ ബ്രസീലിനെതിരെ നേടിയ വൻ വിജയം അർജന്റീനയുടെ പ്രഭാവം ഇനിയും ഏറെക്കാലം തുടരുമെന്നതിന്റെ സൂചനയാണ്. കിക്ക് ഓഫിന് 4 മിനിറ്റിന് ശേഷം ജൂലിയൻ അൽവാരസിന്റെ ക്ലോസ് റേഞ്ച് സ്ട്രൈക്കിലൂടെയാണ് അർജന്റീന ഗോളടി തുടങ്ങിയത്. 12-ാം മിനിറ്റിൽ ബോക്സിനുള്ളിൽ നിന്ന് എൽസോ ഫെർണാണ്ടസ് മികച്ചൊരു ഷോട്ട് അർജന്റീനയെ 2-0 മുന്നിലെത്തിച്ചു. മൊളിനയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു എൻസോയുടെ ക്ലിനിക്കൽ ഫിനിഷ്. എന്നാൽ 26-ാം മിനിറ്റിൽ അർജന്റീന ഡിഫൻഡർ ക്രിസ്ത്യൻ റൊമേറോയുടെ പിഴവിൽ ബ്രസീൽ ഗോൾ മടക്കി. മാത്തിയാസ് കുനിയയാണ് കാനറികൾക്ക് വേണ്ടി ഗോൾ നേടിയത്. ഇത് മത്സരത്തിലെ അവരുടെ ആശ്വാസ ഗോളുമായിരുന്നു. 37-ാം മിനിറ്റിൽ ഫെർണാണ്ടസിന്റെ ക്രോസിൽ നിന്ന് തകർപ്പൻ ഒരു ഷോട്ടിലൂടെ അലക്സിസ് മാക് അലിസ്റ്റർ അർജന്റീനയെ വീണ്ടും മുന്നിലെത്തിച്ചു. തുടർന്നും ഇരമ്പിയാർക്കുന്ന അർജന്റീനയെയാണ് കാണാനായത്. നിരവധി ഗോൾ അവസരങ്ങൾ അവരെ തേടിയെത്തി. 3-1 പിന്നിലായതോടെ ഇടവേളയിൽ ബ്രസീൽ പരിശീലകൻ ഡോറിവൽ ജൂനിയർ 3 മാറ്റങ്ങൾ വരുത്തി. ലിയോ മാർട്ടിനസ്, എൻട്രിക്, ജോവോ ഗോമസ് എന്നിവരെ കൊണ്ടുവന്നു. എന്നാൽ ഇതൊന്നും കാനറികളെ രക്ഷപ്പെടുത്തിയില്ല. കാത്തിരിപ്പിനൊടുവിൽ 71-ാം മിനിറ്റിലായിരുന്നു പട്ടിക തികച്ച അർജന്റീനയുടെ 4ാം ഗോൾ പിറന്നത്. പകരക്കാരനായ അത്ലറ്റിക്കോ മാഡ്രിഡ് താരം ജുലിയാനോ സിമിയോണി ക്ലോസ് റേഞ്ച് സ്ട്രൈക്കിലൂടെയാണ് ലക്ഷ്യം കണ്ടത്. ടച്ച് ലൈനിൽ നിന്ന് അസാധ്യമായ ഒരു ആംഗിളിൽ നേടിയ ആ ഗോൾ വളരെ മനോഹരമായിരുന്നു. ബ്രസീലിനെതിരായ ജയത്തോടെ ദക്ഷിണ അമേരിക്കൻ യോഗ്യതാ ടേബിളിൽ 14 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റോടെ അർജന്റീന അടുത്ത ലോകകപ്പിനുള്ള ബർത്ത് സ്വന്തമാക്കി. അതേസമയം 14 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റോടെ 4ാമതാണ് ബ്രസീൽ. അവർക്കിനിയുള്ള മത്സരങ്ങൾ ഏറെ നിർണായകവുമാണ്. പരാഗ്വേ, കൊളംബിയ ടീമുകൾ ബ്രസീലിന് കനത്ത ഭീഷണി ഉയർത്തി ഒപ്പമുണ്ട്. അർജന്റീനയുടെ യുവനിര ഇപ്പോൾ ലോകത്തെ തന്നെ മികച്ച ടീമുകളിൽ ഒന്നാണ്. എൽസോ ഫെർണാണ്ടസും ജൂലിയൻ അൽവാരസും അലക്സിസ് മാക് അലിസ്റ്ററും ലൗട്ടാരോ മാർട്ടിനസും ഒക്കെ മികച്ച ഫോമിൽ കളിക്കുമ്പോൾ അടുത്ത ലോകകപ്പിലേക്കുള്ള പ്രയാണം ശക്തമാക്കിയിരിക്കുകയാണ് അർജന്റീന. ലയണൽ മെസ്സി എന്ന അതികായനില്ലാതെ തന്നെ ഏതൊരു ടീമിനെയും പരാജയപ്പെടുത്താൻ കഴിയുന്ന സംഘമായി തങ്ങൾ മാറിക്കഴിഞ്ഞെന്ന പ്രഖ്യാപനവും ഫുട്ബോൾ ലോകത്തിനു മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ് അർജന്റീന.